നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ കോമ്പിറ്റൻസീസ് നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ടല്ലോ, മാപ്പ് ചെയ്യാറുണ്ടല്ലോ. അവിടെ അവരുടെ കോമ്പിറ്റൻസി ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. വെദർ യു ആർ ഇൻ B2C സെയിൽസ് ഓർ ഇൻ B2B സെയിൽസ്, രണ്ടിൻ്റെയും കോംപ്ലക്സിറ്റീസും റിക്വയർമെൻറ്റ്സും വേറെയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം സെയിൽസ് ടീമിൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് നിന്ന് നമ്മൾ ഹയർ ചെയ്ത് കൊണ്ടുവരുന്ന. ഇപ്പോൾ ചില ആളുകൾ നേരത്തെ B2Cയിലായിരിക്കും, ഇപ്പോൾ B2B ആയിരിക്കും. ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും, ചില ആളുകൾ അതേ ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്നതായിരിക്കും. ഇത് രണ്ടിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ക്ലയൻസ് ആൻഡ് പ്രോസ്പെക്ട്സ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. 3 വ്യത്യാസങ്ങളാണ് B2B ക്ലയൻസും B2C ക്ലയൻസും തമ്മിൽ ഞാൻ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, B2B എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടി ലോങ്ങർ ടേം റിലേഷൻഷിപ്പ്, ട്രസ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെയാണ് നോക്കുന്നത്. അവിടെ ഈ പർച്ചേസ് സൈക്കിൾസ് ഭയങ്കര ലോങ്ങറാണ്. ചില പ്രോജക്ട് സെയിൽസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 ഇയർ ഒക്കെ ആവറേജ് പോകാറുണ്ട്. പക്ഷേ B2C അങ്ങനെയല്ല. ആളുകൾ കൂടുതലും റീസണും എമോഷനും കൊണ്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്, ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദ പർച്ചേസ്. ഇപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് എമോഷൻ അതിനകത്തുണ്ട്, റീസൺ മാത്രമല്ല. പക്ഷെ B2B അങ്ങനെയല്ല. B2Bയിൽ വാല്യൂ ആണ്. നമ്മുടെ ക്ലയൻറ്റ് നോക്കുന്നത് വാല്യൂ ആണ്. ഏറ്റവും നല്ല പ്രപ്പോസൽ അല്ലെ ഏറ്റവും നല്ല വെൻഡർ ആരാണ് ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്ന വെൻഡർ, ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ലോങ്ങർ ടേം നമുക്ക് യൂസബിലിറ്റി, ഡ്യൂറബിലിറ്റി തരുന്നത് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് ലോജിക്കുള്ള കൺസിഡറേഷൻസ് ആണ് കൂടുതലും കാണുന്നത്. അപ്പോൾ നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുമ്പോൾ അവരെ കോമ്പിറ്റൻസീസ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്ട്രോങ് സെയിൽസ് ടീംസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഒരു ഗ്യാപ്പ് ഇതാണ്. അതായത് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത, കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ഈ കോമ്പിറ്റൻസി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ടീമിൻ്റെ സ്ക്രിപ്റ്റിങ്സ്, ടീമിൻ്റെ ടെർമിനോളജീസ്, വൊക്കാബുലറി, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൊട്ടേഷൻ, ഡിസിഷൻ മേക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു പെർസ്പെക്റ്റീവ് ഇവർക്ക് പലപ്പോഴും കിട്ടാത്തതിൻ്റെ ഗ്യാപ്സ് ഞാൻ കാണുന്നുണ്ട്. ഇത് ഇഫ് യു ആർ ഇൻ B2B എസ്പെഷ്യലി നമ്മുടെ സെയിൽസ് ടീമിന് അങ്ങനെ തന്നെ ഈ ഒരു പെർസ്പെക്റ്റീവ്, ഈ ഒരു ഐഡിയ, ഈ ഒരു മെസ്സേജ് അവർക്ക് പാസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവരുടെ മോട്ടിവേഷൻ ലെവൽസും കൂട്ടാൻ അതിനെ ഒത്തിരി സഹായിക്കും. ഐ എം സാം കൃഷ്ണൻ, റിസൾട്ട്സ് ഗ്യാരണ്ടീഡ് ബിസിനസ് കോച്ച്.